പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ആഗോള വിപണിയിലും ആശങ്കയുണ്ട്. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് വില $80 കടക്കുമെന്നാണ് സൂചന. ഹോർമൂസ് കടലിടുക്ക് അടച്ചതും എണ്ണ വിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണികളും തകർച്ച നേരിടുകയാണ്. ഗൗതമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗൗതം, എന്താണ് ഇന്ത്യൻ ഓഹരി വിപണി സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ എണ്ണവില കുതിക്കുന്നതുമായി സംബന്ധിച്ചും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഷാമിലി, ഹോർമസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കത്തെ സാരമായി ബാധിച്ചിരിക്കുന്ന അക്രമമായി ഇസ്രയേൽ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം മാറുന്ന സാഹചര്യത്തിലാണ് വലിയ തരത്തിലുള്ള തിരിച്ചടി ആഗോളതലത്തിൽ തന്നെ സമ്പദ് വ്യവസ്ഥയ്ക്കും വിപണികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ: ഒന്ന്, എണ്ണവിലയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ്. രണ്ട്, മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും MSC ഉൾപ്പെടെയുള്ള വലിയ ചരക്ക് കമ്പനികൾ അവരുടെ കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തെയും എണ്ണ നീക്കത്തെയും ഒക്കെ നിയന്ത്രിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഹോർമൂസ് കടലിടുക്കിലുള്ളത്. ഹോർമൂസിൽ കഴിഞ്ഞ ദിവസം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതുമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം സംബന്ധിച്ചും കപ്പലിൻ്റെ യാത്ര സംബന്ധിച്ചും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ അത് അടച്ചിട്ടിരിക്കുകയാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് ഇറാൻ അതിനെ പ്രതിരോധിക്കുകയും ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വലിയ ഷിപ്പിംഗ് കമ്പനികളൊക്കെ തന്നെ അവരുടെ ഷിപ്പിംഗ് മൂവ്മെൻറ്റുകൾ, അതായത് കപ്പൽ യാത്ര, ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കാൻ, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ളത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ എണ്ണവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഇറാനിൽ നിന്നുള്ള എണ്ണ ലഭ്യമാകുന്നത് കുറയുകയും അത് തീവ്രമായി അല്ലെങ്കിൽ ദുർബലപ്പെട്ടു പോവുകയും ചെയ്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ഈ എണ്ണ വിപണിയെ മൊത്തത്തിൽ തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില $80 പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അത് $77 ഇപ്പോൾ അത് $80 പിന്നിടുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്തുൾപ്പെടെ വലിയ തരത്തിൽ എണ്ണവില ഉയരാനുള്ള, പെട്രോൾ വില ഉൾപ്പെടെ ഉയരാനുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വിപണിയിൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ അടുത്ത ഇമ്പാക്റ്റ്, ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു എക്കോണമിക്കൽ ഇമ്പാക്റ്റ് എന്ന നിലയിൽ തന്നെ അത്തരത്തിൽ വിലക്കയറ്റം കൂടി വരാനിരിക്കുകയാണ് എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഷെയർ മാർക്കറ്റ് പരിശോധിച്ചാൽ ഓഹരി വിപണിയിൽ ഇന്ന് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നഷ്ടത്തിലാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. നിലവിൽ അതിൻ്റെ പോയിന്റുകൾ ഇടിയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതായത് ഓഹരി വിപണിയിൽ കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഈ യുദ്ധത്തിന് സമാനമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണികൾ ഇത്തരത്തിൽ കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള ഒരവസ്ഥ നിലനിൽക്കുന്നതായി ആദ്യഘട്ടത്തിൽ, ഈ ദിവസത്തിന്റെ തുടക്കത്തിലെ വിലയിരുത്തലിൽ നിന്നും വിദഗ്ധർ നൽകുന്ന വിശദാംശം. എന്തായാലും ഇതിനോടൊപ്പം പ്രതിരോധ മേഖലയിലെയും അതോടൊപ്പം തന്നെ ആഗോള വിപണിയിലെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും ചരക്ക് നീക്കത്തെയും സംബന്ധിച്ച് ലോജിസ്റ്റിക്കൽ വർക്കുകളെ സംബന്ധിച്ചുള്ളതും തീവ്രമായിട്ടുള്ള ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ, ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നല്ല തിരിച്ചടി നേരിടുന്നുണ്ട്. കണ്ടെയ്നറുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഇറാൻ പറയുമ്പോഴും അതുവഴി ചരക്ക് നീക്കമോ കപ്പൽ യാത്രയോ അനുവദിക്കാൻ ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ കമ്പനികൾക്ക് പ്രത്യാശാപരമായ ഒരു തരത്തിലുള്ള നടപടിയോ നിലപാടോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ MSC ഉൾപ്പെടെയുള്ള വലിയ ഷിപ്പിംഗ് കമ്പനികൾ ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വില വർധനവിലേക്ക് കാര്യങ്ങൾ എത്തും. അതോടൊപ്പം തന്നെ സ്വർണ്ണവിലയിലുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം. സ്വർണ്ണവില കഴിഞ്ഞ ദിവസം $400 വർദ്ധിച്ച് വലിയ തരത്തിലുള്ള വർധനവിലേക്ക് പോയി. 1.25 ലക്ഷത്തിനൊക്കെ മുകളിലേക്ക്, 1,30,000-നൊക്കെ അടുത്തേക്ക് പവന് വില എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് രാവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ആ സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട്. $300 കുറഞ്ഞ് 1,26,000-നും 24,000-നും ഒക്കെ അടുത്താണ് ഇപ്പോൾ വില എത്തിയിരിക്കുന്നത്. അങ്ങനെ സ്വർണ്ണവിലയിലുള്ള വലിയ ചാഞ്ചാട്ടവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അസ്ഥിരപ്പെടുന്ന ഒരു വിപണിയുടെ സാധ്യതകൾ അല്ലെങ്കിൽ വിപണിയുടെ കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. അത് ഓഹരി വിപണിയിലായാലും അതല്ലാത്ത ആഗോള എക്കോണമിയിലായാലും ഇത്തരത്തിലുള്ള മാറ്റം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സുഗമമായ, സുതാര്യമായ, സുരക്ഷിതമായ തീരുമാനത്തിലേക്ക് എത്തണം എന്നതാണ് ഷിപ്പിംഗ് കമ്പനികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. MSC ഉൾപ്പെടെയുള്ള കമ്പനികൾ അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇറാനും സമാനമായ രീതിയിൽ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഷാമിലി, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.